തലശ്ശേരിയിൽ പോലീസിന് നേരെ CPM ഗുണ്ടായിസം. പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ CPM പ്രവർത്തകർ മോചിപ്പിച്ചു. പോലീസുകാരെ തടഞ്ഞുവെച്ച ശേഷമാണ് പ്രതിയെ മോചിപ്പിച്ചത്. പോലീസുകാരെ ആക്രമിച്ച പ്രതിയാണ് CPM മോചിപ്പിച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസവും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണോ ഇപ്പോൾ തലശ്ശേരിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത CPM പ്രവർത്തകനെ CPMകാർ തന്നെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോകുന്നത്? മിഥുൻ പിള്ള. വിനോദ്, കഴിഞ്ഞ ദിവസം തലശ്ശേരി മണോളിക്കാവിൽ സംഘർഷമുണ്ടാക്കിയ ഏതാണ്ട് 25ഓളം CPMകാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് തുടർച്ചയെന്നോണം ഇന്നലെ വൈകിട്ടോടുകൂടി ഈ സംഘർഷമുണ്ടാക്കിയ CPMകാരെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ തലശ്ശേരി SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ മണോളിക്കാവിൽ വീണ്ടും എത്തിയത്. അവിടെ എത്തി പ്രതികളെ തിരിച്ചറിയുകയും അവരെ കസ്റ്റഡിയിലെടുക്കാനുള്ളൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ സമയത്താണ് ഏതാണ്ട് 50-ലേറെ വരുന്ന CPMകാർ പോലീസിനെ തടഞ്ഞു വെക്കുകയും ഈ കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 55ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയോടുകൂടി ഒരു CPM പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിരവധി കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ ലിനീഷ് എന്ന CPM പ്രവർത്തകനെയാണ് ഈ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇയാൾക്കെതിരെ പോലീസിനെ ആക്രമിക്കൽ, ഭീഷണിപ്പെടുത്തൽ, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തി പോലീസ് ഇക്കാര്യത്തിൽ കേസ് എടുത്തിട്ടുമുണ്ട്. ഈ പോലീസിനെ പൂട്ടിയിട്ട ശേഷമാണ്, ഈ പ്രതികളെയൊക്കെ പിടികൂടാൻ വന്ന സമയത്ത് പോലീസിനെ പൂട്ടിയിട്ട ശേഷമാണ് ഈ മണോളിക്കാവിന്റെ പരിസരത്ത് നിന്ന് ഈ പ്രതികളെ രക്ഷിച്ചു കൊണ്ടുപോയത് ഒരു ഗുരുതരമായ ആക്ഷേപം കൂടി ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടികളുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. വിനോദ്, ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ എന്താണ് അവിടെ പോലീസിൻ്റെ ഫോഴ്സ് കുറവായിരുന്നോ? CPM പ്രവർത്തകർ കൂടുതലായി എത്തി അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയായിരുന്നോ? എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? വിനോദ്, ഈ മണോളിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ധാരാളം ആളുകൾ അവിടെയുണ്ട്. ഉള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലീസുകാരുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം എന്നാൽ ഈ മണോളിക്കാവിലേക്ക് കലശം എഴുന്നള്ളുന്ന സമയത്താണ് ചില CPMകാർ അവിടെ കൂടി നിന്ന് ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. സാധാരണഗതിയിൽ ഇത്തരം ഈ നേർച്ച കലശങ്ങളൊക്കെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ വിശ്വാസപരമായ രീതിയിലുള്ള പ്രാർത്ഥനകളും മറ്റുമാണ് ചൊല്ലാറുള്ളത്. എന്നാൽ ഇത് CPMകാർ ഇത്തരത്തിൽ പാർട്ടി മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വന്നത് അവിടെ ഉണ്ടായിരുന്ന ചില ഭക്തരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ടാക്കി. അവർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഈ CPMകാരും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും തമ്മിൽ ചെറിയ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്താണ് പോലീസ് വിഷയത്തിൽ ഇടപെടുകയും പ്രശ്നം തണുപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തത്. എന്നാൽ ആ പ്രശ്നം തണുപ്പിക്കാൻ എത്തിയ പോലീസുകാരെ കയ്യേറ്റം ചെയ്തൊരു സമീപനമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന്റെ ഭാഗമായി ഏതാണ്ട് 4 പോലീസുകാർക്ക്, അതായത് തലശ്ശേരി SI ഉൾപ്പെടെയുള്ള 4 പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ 25 CPMകാർക്കെതിരെയാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പോലീസ് വീണ്ടും മണോളിക്കാവിലെത്തിയത്. ആ സമയത്ത് 2-3 പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. ആ പിടികൂടി ഇവരെ കസ്റ്റഡിയിൽ എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ CPMകാർ സംഘടിതമായി എത്തുകയും പോലീസുകാരുടെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതിയെ മോചിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ആ സംഭവത്തിൽ പോലീസ് FIR ഇട്ട് കേസന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് RSS പ്രവർത്തകനായ സുരേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ലിനീഷ് എന്ന CPM പ്രവർത്തകനെ വൈകിട്ടോടുകൂടി പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാൾക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ സംഘർഷം ഉണ്ടാക്കിയ ബാക്കിയുള്ള CPMകാർക്കെതിരെയുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരാരൊക്കെയാണ്, കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അവരാരൊക്കെയാണെന്ന് പരിശോധിക്കാനുള്ള നടപടികളുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. വിനോദ്, അപ്പോൾ പോലീസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കുറേ കേസുകൾ എടുക്കാമെന്നല്ലാതെ പ്രതികളെ പിടിക്കാനൊന്നും കഴിയില്ലല്ലോ. പിടിച്ച പ്രതികളെ പോലും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പാർട്ടിക്കാർ തന്നെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്നു. കേസുകൾ മാത്രം ഇങ്ങനെ എടുക്കാം. അതല്ലേ പോലീസിൻ്റെ അവസ്ഥ? മിഥുൻ പിള്ള.
പോലീസ് ഈ സാഹചര്യത്തിൽ നിസ്സഹായരാണെന്ന് പറയാതെ വയ്യ വിനോദ്. കാരണം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ ഈ സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് വരുന്ന സമയത്ത് CPM അവിടെ ഈ പോലീസുകാരോട് പറഞ്ഞൊരു വാചകങ്ങളുണ്ട്. അധികാരം ഞങ്ങളുടെ കയ്യിലാണ്, ഈ തലശ്ശേരിയിലെ കാവിനുള്ളിൽ കയറി കളിക്കാൻ നിന്നാൽ ഒരൊറ്റ ആളും തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പോലീസുകാരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആൾക്കൂട്ടം ഇങ്ങനെ പോലീസിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് പോലീസുകാർ നിസ്സഹായരായി പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം എണ്ണത്തിൽ വളരെ കുറവ് മാത്രമാണ് പോലീസുകാർ ഇന്നലെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിലാണ് ഈ പോലീസുകാർ ഈ സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ 2 പോലീസുകാർ ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ പോലീസുകാരെ ആക്രമിച്ച പ്രതികൾക്കെതിരെ ഏതാണ്ട് FIR ഇടുകയും അവരെ പിടികൂടാനാണ് വീണ്ടും ഈ മണോളിക്കാവിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. എന്നാൽ അവിടെ വീണ്ടും ഈ പിടികൂടിയ പ്രതികളെ ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോവുകയാണ് CPM പ്രവർത്തകർ ചെയ്തത്. അതിലാണ് വീണ്ടും ഒരു FIR ഇട്ടിരിക്കുന്നത്. അതിൽ 55 CPM പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. CPM-ന്റെ ചില പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാണെന്നും പറയപ്പെടുന്നുണ്ട് വിനോദ്. തീർച്ചയായും കണ്ണൂരിലാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച CPM പ്രവർത്തകരുമായിട്ടുണ്ടായ നാട്ടുകാരുടെ വിഷയം. അതിൽ ഇടപെട്ട പോലീസുകാർക്ക് ഇന്നലെ മർദ്ദനമേറ്റിരുന്നു. ഈ സംഭവത്തിലാണ് പ്രതികളായിട്ടുള്ള CPM-കാരെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും സംഘടിച്ചെത്തിയ CPM-കാർ അവരെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.